ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചോക്ലേറ്റ് കൊണ്ടൊരു പുഡിംഗ് ഉണ്ടാക്കാനാണ് പോകുന്നത്. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, വാനില എസൻസ്, കൊക്കോ പൗഡർ, ക്രീം ചീസ്, മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം, കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടറും ഉണ്ട്. ബട്ടർ ഉപ്പില്ലാത്ത, സോൾട്ട് ഇല്ലാത്ത ബട്ടർ വേണം എടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് ഒരു ചപ്പാത്തിക്കോല് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്താണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടിച്ച് കിട്ടണം. എടുത്തു വെച്ചിട്ടുള്ള ബട്ടറിൽ നിന്ന് ഒരു 50 ഗ്രാം നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പൊടിച്ചു വച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്തെടുത്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് സോൾട്ട് കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രേയിലോട്ട് ഇത് സെറ്റ് ചെയ്യണം. ഇവിടെ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് ഒരു മോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇതൊന്ന് നിരത്തി കൊടുക്കണം. ഈ മിക്സ് ഈവൻ ആയിട്ട് തന്നെ എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് എടുക്കണം. നല്ലപോലെ സെറ്റായത് ഈ മിക്സ് ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ഒരേ ലെവലിൽ വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിതിനെ ഫ്രീസറിലോട്ട് വയ്ക്കാം. ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് അതിലേക്ക് ഒരു 100 ഗ്രാം ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടറും ഫ്രഷ് ക്രീമും കൂടെ എടുത്തു വെച്ചേക്കുന്ന ചോക്ലേറ്റിലോട്ട് ആഡ് ചെയ്ത് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം. ചോക്ലേറ്റ് ഇപ്പോൾ ഇതിലൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. അതും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വയ്ക്കാം. ഈ മിക്സിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഇതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും കൂടെ ചേർത്തപ്പോൾ ഇത് ഒരു നല്ല ഒരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ചേർക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു ബൗളിലേക്ക് ഒരു 200 ഗ്രാം ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ചീസ് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ചോക്ലേറ്റ് മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല ചൂട് മാറിയതിന് ശേഷം മാത്രം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്രീം ചീസ് ഇതിലോട്ട് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ചീസ് കൂടെ ഇട്ട് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൂട് മാറിയ ശേഷം മാത്രമേ ഇതിലിടാൻ പാടുള്ളൂ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ് ഇതിൻ്റെ പുറത്തോട്ട് ആഡ് ചെയ്യാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറി കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ഉറച്ചിതിലിരിക്കാതെ പോവും. ഇതിപ്പം നമ്മൾ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 1-2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടത് സെറ്റായി വരണം. അതിനായിട്ട് നമുക്കിത് ഫ്രീസറിലോട്ട് വയ്ക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതിയാവും. ഞാൻ താഴെ 2 മണിക്കൂർ വെച്ചാണ് സെറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലിട്ട് മാറ്റാം. ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.